വീട് വെക്കാൻ വേണ്ടിയിട്ടോ അല്ലാതെയോ നമ്മുടെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ സ്ഥലം വാങ്ങിയിടുന്ന ഒരു പ്രവണത പലർക്കും ഉണ്ട്. അപ്പോൾ ഒരു സ്ഥലം വാങ്ങിയിട്ടതിന് ശേഷം നശിച്ചു പോകുന്ന പല ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. നശിച്ചു പോവുക, മരണപ്പെടുക. അപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്, അയ്യോ ആ സ്ഥലം വാങ്ങിയ ശേഷം അവൻ ആ കഷ്ടകാലം വന്നത്, ആ സ്ഥലത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വിഷയം നമ്മൾ സ്ഥലം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞതുപോലെ വാസ്തുശാസ്ത്രം ഞാൻ പഠിച്ച കാര്യങ്ങൾ അതേപോലെ നിങ്ങളോട് ഛർദ്ദിക്കുന്നതല്ല. എനിക്ക് അനുഭവത്തിൽ വന്നിട്ടുള്ളതും എൻ്റെ ചുറ്റുവട്ടത്തും എൻ്റെ വേണ്ടപ്പെട്ടവർക്ക് വന്നിട്ടുള്ള അനുഭവങ്ങളാണ് ഞാൻ പഠിച്ച ശാസ്ത്രവുമായി കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ള കാര്യം, നമ്മളൊരു വീട് വെക്കാനോ അല്ലെങ്കിൽ വേണ്ട നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉള്ളപ്പോൾ സ്ഥലം വാങ്ങിയിടുന്ന ഒരു പ്രവണത മലയാളികൾക്ക് പൊതുവേ ഉണ്ട്. അപ്പം അത് വാങ്ങുമ്പോൾ നമ്മൾ മെയിനായിട്ട് എന്താ ശ്രദ്ധിക്കുക, നമുക്ക് വീട്ടിലേക്ക് റോഡ് സൗകര്യം ഉണ്ടോ, അടുത്ത ഹോസ്പിറ്റലുണ്ടോ, സ്കൂളുണ്ടോ, അങ്ങനെയുള്ള സൗകര്യങ്ങളാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് മെയിനായിട്ട്. പക്ഷേ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അതല്ല. പണ്ട് മുതലൊക്കെ നമ്മൾ ഹിന്ദുക്കളെ സംബന്ധിച്ച് ഹിന്ദു തറവാട്ടിൽ അവരുടെ ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും. അല്ലെങ്കിൽ ഒരു സ്ഥലം ഇല്ലെങ്കിൽ തന്നെ വീട്ടുമുറ്റത്തായാലും പറമ്പിലൊക്കെയാണ് നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞ ശേഷം ആൾക്കാരെ അടക്കം ചെയ്യുക, ശവമടക്കുക നടത്തുക. അത് പണ്ട് മുതലൊക്കെ തുടർന്ന് ഇപ്പോഴാണ് ശ്മശാനം ഇതൊക്കെ വന്നത്. അതുകൊണ്ട് ഹിന്ദുക്കളുടെ സ്ഥലം വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഈ ആൾക്കാരെ അടക്കം ചെയ്ത സ്ഥലം മാക്സിമം വാങ്ങിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇനി വാങ്ങിച്ചാൽ തന്നെ നിങ്ങൾ അവരെ മൊത്തത്തിൽ ആ മണ്ണ് 6 അടിയോളമുള്ള മണ്ണ് കംപ്ലീറ്റ് നീക്കം ചെയ്യണം. അപ്പം നിങ്ങൾ ചോദിക്കും, ഇതൊക്കെ അന്ധവിശ്വാസമല്ലേ, എവിടെയാ എന്തെങ്കിലും ഒരു ജീവിയുടെ ശവം ഇല്ലാത്തൊരു സ്ഥലം ഉണ്ടാവുമെന്ന് ചോദിക്കും. പക്ഷേങ്കിൽ ഈ വിശ്വാസമുള്ളവർക്ക്, നിങ്ങളെ അനുഭവത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഇങ്ങനെ ആരെങ്കിലും സ്ഥലം വാങ്ങി മുടിഞ്ഞെന്ന് കേട്ടിട്ടുള്ളവർക്ക് ഈ വീഡിയോ കാണാം. അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകും, അല്ല നെഗറ്റീവ് കമൻസ് ആണെങ്കിൽ ഇടുകയും ചെയ്യാം. എന്നെ അന്ധവിശ്വാസി എന്ന് പറഞ്ഞ് കളിയാക്കും, എന്നാൽ കുഴപ്പമില്ല. അപ്പം ഞാൻ പറയുന്നത് മാക്സിമം നമ്മുടെ മനുഷ്യന്മാരെ അടക്കം ചെയ്ത സ്ഥലം വാങ്ങിക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതരത്തിൽ രോഗങ്ങൾ, ദുരിതങ്ങൾ, വീട്ടിൽ മരണം, ഇങ്ങനെ പലതും ഒരു കാലത്ത് നിങ്ങൾക്ക് സ്വസ്ഥത സമാധാനം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ കാവുകൾ, നാഗപ്പറമ്പ്, നാഗക്കാവ്, ഈ പാലമരത്തിൽ പണ്ടൊക്കെ പല ആവാഹനങ്ങളൊക്കെ നടത്തിയിട്ട് ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ മാക്സിമം ഒരു കാര്യത്തും വാങ്ങിക്കരുത്. കാരണം നിങ്ങൾക്ക് അവിടെ നിന്നൊരു സമാധാനത്തോടെ നിങ്ങൾക്ക് അവിടെ നിങ്ങളെ പേരിലേക്ക് ആ സ്ഥലം ആയിക്കഴിഞ്ഞാൽ തൊട്ട് നിങ്ങൾക്ക് അവിടെ ദുരിതങ്ങൾ തുടങ്ങും. പലർക്കും അനുഭവത്തിൽ കണ്ടതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അല്ലാതെ ഈ വാസ്തുശാസ്ത്രത്തിലുള്ള പഠിച്ച കാര്യങ്ങളല്ല, ഒരുപാട് പേർക്ക് അനുഭവത്തിൽ കണ്ട കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. പലതരത്തിലുള്ള നിങ്ങൾക്ക് ദുരിതങ്ങൾ അവിടെ അന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് റിക്കവർ ചെയ്യണമെങ്കിൽ ഒന്നാമത്തെ കാര്യം, ഒന്നുകിൽ നിങ്ങൾ മണ്ണ് കംപ്ലീറ്റ് എടുത്ത് മാറ്റണം. അപ്പോൾ ഒരു റോഡിനോട് ചേർന്നുള്ള സ്ഥലമാണെങ്കിൽ മണ്ണ് മൊത്തത്തിലെടുത്താൽ നിങ്ങളൊരു കുഴിയിലേക്ക് താഴ്ന്നു പോകും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു വീടെടുക്കാനോ മറ്റൊന്നിനും കഴിയില്ല. അങ്ങനെയുള്ള പല പല ബുദ്ധിമുട്ടുകളും ഈ ഒരു കാര്യത്തിൽ വരും. ഇനി അങ്ങനെ ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു സ്ഥലം വാങ്ങി നിങ്ങൾക്ക് സമാധാനം മൊത്തത്തിൽ പോയി, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു സ്ഥലത്ത് വീടെടുത്ത് കഴിഞ്ഞ ശേഷമാണ് അറിയുന്നത് അവിടെ പലരെയും അടക്കം ചെയ്ത സ്ഥലമാണ്. നിങ്ങൾക്ക് പല പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ജ്യോതിഷിയൊക്കെ കാണാൻ പോകും. അപ്പോൾ അവർ പറയും, രാശി വെച്ച് നോക്കിയിട്ട് പറയും, അവിടെ ഇന്ന ആൾക്കാർ അടക്കം ചെയ്ത സ്ഥലത്താണല്ലോ നിങ്ങൾ വീട് വെച്ചത്, അതിൻ്റെ പ്രശ്നമാണെന്ന് പറയുമ്പോൾ നമ്മൾ മൊത്തത്തിൽ തകരും. ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമുണ്ട് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഈ കാര്യം പറയുമ്പോൾ എന്നെ സംഗീ കുങ്കി എന്നൊക്കെ നിങ്ങൾ ലേബലിട്ട് തരും. പക്ഷേങ്കിൽ സംഖ്യയോ കുങ്കിയോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ കാര്യം പറഞ്ഞുതരാം. ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഗോമൂത്രം പിന്നെ ചാണകവും ആ സ്ഥലത്ത് തളിക്കുക. ചാണകം തളിച്ചതിന് ശേഷം ഗോമൂത്രവും തളിച്ച് ആ സ്ഥലം ഒന്ന് ശുദ്ധി ചെയ്യാം. അപ്പം ഗോ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം സംഖ്യ, ഇവിടെ സംഖ്യ എന്ന് പറയൂ, കുഴപ്പമില്ല. അപ്പം ഈ ഗോമൂത്രം തളിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾ ഈ വീട് വെച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല, നിങ്ങൾ അവിടെ നവധാന്യങ്ങൾ വിതറുക. ആ നവധാന്യങ്ങളിൽ 6 എണ്ണെങ്കിലും പൊഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്തായി, നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും അവിടെ കഴിഞ്ഞെന്ന് വേണം പറയാം. ആദ്യം ഗോമൂത്രം വിതറി ഈ നവധാന്യങ്ങൾ, അത് നമ്മൾ വർഷത്തിൽ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ ഈ ഒരു കാര്യം ഇങ്ങനെ ചാണകവും തളിക്കുക, പിന്നെ ഗോമൂത്രം തളിച്ച് നവധാന്യങ്ങൾ വിതറി പൊടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹിന്ദു വിശ്വാസപ്രകാരം നമ്മൾ ആ സ്ഥലത്തിൻ്റെ എല്ലാ ദോഷങ്ങളും കഴിഞ്ഞെന്ന് പറയും. പിന്നെ പലരും പറയും ഈ വാസ്തു പൂജയൊക്കെ ചെയ്യാൻ. പക്ഷെ ആ പൂജയൊക്കെ അറിയുന്ന ആൾക്കാർ ഈ ഒരു കാലത്ത് വളരെ കുറവാണ്, സത്യസന്ധര്.
അല്ലാതെ ഈ ഉടായ്പ ടീം വന്നിട്ട് പലതരം പൂജയും അവർ മൊത്തത്തിൽ ഉറഞ്ഞ തുള്ളിലൊക്കെ കാണിക്കും. വാസ്തുവിന് എല്ലാ ഭാഗത്തേക്കും പോയി തുള്ളിയിട്ട് കുറച്ച് മണികലിക്കും. അതൊക്കെ ഉടായ്പാണ്. ഈ പൂജ അറിയുന്ന വളരെ 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 ഒന്നോ രണ്ടോ ആൾക്കാർ ഈ കേരളത്തിലുള്ളതായിട്ട് എൻ്റെ അറിവിലുണ്ട്. പക്ഷേ എൻ്റെ അറിവ് ഞാൻ പൂർണ്ണമായിട്ട് ശരിയാണെന്നും പറയുന്നില്ല. ചിലപ്പോൾ അതിൽ കൂടുതൽ ആൾക്കാരുണ്ടാകും. ഞാൻ ഒരുപാട് അന്വേഷിച്ചു, ഇതിനെക്കുറിച്ച് റിസർച്ച് നടത്തിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ അറിവുകളിൽ ശരിയാണെന്ന് ഒരിക്കലും പറയുന്നില്ല. ചിലപ്പം നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും ഇതിനെക്കുറിച്ച് ഇത്ര നല്ല സത്യസന്ധമായിട്ട് പൂജ ചെയ്ത് കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും. ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ അവരെ ഇതിനെക്കുറിച്ച് അറിയാത്തൊരാൾക്കാരെ എന്തെങ്കിലും നമ്മുടെ സംശയത്തിന് പേരിൽ വിളിക്കുന്നതിന് നല്ലത് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്ത് ഒന്ന് പരീക്ഷിച്ച് നോക്കും. നമ്മുടെ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായിട്ട് കുറഞ്ഞു വരും. പിന്നെ മറ്റൊരു കാര്യം, എന്ത് കാര്യമായാലും നമ്മളെ ജീവിതത്തിലെ അനുഭവത്തിൽ വരുമ്പോൾ മാത്രമേ നമ്മൾ അതിൽ വിശ്വസിച്ച് തുടങ്ങുള്ളൂ. അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന കേൾക്കുമ്പോഴൊക്കെ ഇതൊക്കെ നമുക്ക് വെറും കെട്ട് കഥകളായിട്ടേ തോന്നുള്ളൂ. അതെന്ത് കാര്യമായിക്കോട്ടെ. അവ സ്ഥലം വാങ്ങിയിട്ട് നശിച്ചു തുടങ്ങി എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ നമുക്കത് വെറും കെട്ടുകഥയായിട്ടേ തോന്നുള്ളൂ. അതൊന്നും ഇല്ല കഥ. അങ്ങനെ സ്ഥലം വാങ്ങിയിട്ട് ആരും നശിക്കുക. അല്ലെങ്കിൽ പലരും ചോദിക്കുന്നതാണ്, ഇപ്പം ശവയില്ലാത്ത ഏത് സ്ഥലമാണ് ഉള്ളത്? പണ്ട് മുതൽക്ക് ആൾക്കാർ അടക്കം ചെയ്യുന്നത് ഭൂമിയിൽ തന്നെയല്ലേ? അങ്ങനെ സ്ഥലം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പലരും പല കമന്റ്സുകൾ ഇടും. പിന്നെ മറ്റൊരു കാര്യം, എൻ്റെ വീഡിയോക്ക് താഴെ തന്നെ വന്ന് കമന്റ് ഇടുമോ? നമ്മളൊക്കെ 10-50 കൊല്ലമായിട്ട് നമ്മൾ അപ്പനപ്പൂപ്പന്മാർ അടക്കം ചെയ്ത സ്ഥലത്താണ് താമസിക്കുന്നതൊക്കെ പറഞ്ഞ് അത് ഉച്ച രീതിയിൽ കമന്റ്സ് ഇടും. അങ്ങനെയുള്ള ഇവരുടെ കമന്റ് ഒരു കാലത്തും വിശ്വസിക്കരുത്. കാരണം എൻ്റെ നാട്ടിൽ തന്നെ ഒരു വീട് വെക്കുമ്പോൾ കന്നിമൂലയിൽ ടോയ്ലറ്റ് ഉണ്ടായിട്ട് അത്രയും ഉയർന്ന ഒരു വ്യക്തി മൊത്തത്തിൽ തകർന്ന് അധപ്പതിച്ചൊരു സംഭവമുണ്ട്. അങ്ങനെ അവർ പലതരം ചോദിച്ച് അവരുടെ കന്നിമൂലയിലെ ടോയ്ലറ്റും ഈ സെപ്റ്റിക് ടാങ്ക് അടക്കം പൊളിച്ച് മാറ്റി കഴിഞ്ഞ ശേഷമാണ് അവർക്ക് അവരുടെ ദുരിതങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടിയത്. ആ വ്യക്തി തന്നെ ഞാൻ നേരിട്ട് കണ്ടതാണ്. അതേ വ്യക്തി ഇത്രയും അനുഭവങ്ങൾ, അയാൾക്ക് ദുർമരണം വീട്ടിൽ നടന്നിട്ടുണ്ട്, അയാളുടെ മൊത്തം ബിസിനസ് തകർന്ന് മൊത്തത്തിൽ പ്രശ്നമുള്ള ആ ഒരു വ്യക്തി തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് ഒരാൾ ചോദിച്ച കന്നിമൂലയിൽ ചോദിച്ച ഒരു പോസ്റ്റിന് സംശയത്തിന് അയാൾ ഇട്ട കമന്റ് കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കമന്റ് ഇങ്ങനെയായിരുന്നു: ഞാൻ 35 വർഷമായി കന്നിമൂലയിൽ എൻ്റെ വീട്ടിൽ ടോയ്ലറ്റ്, സെപ്റ്റിക് ടാങ്കും കന്നിമൂലയില്ല. എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിന് യാതൊരു പ്രശ്നവും ഇല്ല. ഇതൊക്കെ വെറും അന്ധവിശ്വാസം മറ്റയാളെ കമന്റ്. സത്യം പറഞ്ഞാൽ ആ കമന്റ് കണ്ട് ഞെട്ടിപ്പോയി. ഇയാൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ വന്ന് അയാളുടെ കന്നിമൂലയിലെല്ലാം പൊളിച്ച് മാറ്റി കഴിഞ്ഞ ഒരു വ്യക്തി, എനിക്കുണ്ടായ അതേ അനുഭവം ദുരിതങ്ങൾ മറ്റുള്ളവർക്ക് ഉണ്ടാവണം എന്നുള്ള ഒരു മനസ്ഥിതിയോടാണ് ഈ കമന്റ് ഇട്ടത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും അധികവും വന്നിട്ട് എൻ്റെ വീട്ടിൽ കന്നിമൂലയിലെ ടോയ്ലറ്റ്, എൻ്റെ വീട്ടിൽ മറ്റേ അഗ്നികോണിൽ അത് ഇതെന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇട്ടിട്ട് മറ്റുള്ള വ്യക്തികൾക്കും ആ ഒരു ദുരിതം വരട്ടെ എന്നുള്ളത് മാത്രമായിരിക്കും ഇവരുടെ മനസ്സിൽ. അപ്പൊ നിങ്ങൾ ആദ്യം ആ ഒരു കാര്യം മനസ്സിലാക്കുക. ആരുടെ കമന്റ് കണ്ട് അപ്പോൾ വിശ്വസിച്ചു അയ്യോ അവർക്കില്ല പിന്നെ എനിക്കെന്നുള്ളൊരു ചിന്താഗതി മൊത്തത്തിൽ മാറ്റുന്നത് നല്ലതാണ്. കാരണം ഇങ്ങനത്തെ ഒരു ഉടായ്പ ടീമുകളാണ് ഉള്ളത്. അപ്പം ഞാനീ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വീടെടുത്തതിന് ശേഷമോ അല്ല ആ സ്ഥലം വാങ്ങിയതിന് ശേഷമോ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ പശുവിൻ്റെ ചാണകം, പച്ച ചാണകവും ആദ്യം തളിക്കുക. പിന്നെ അതിനുശേഷം ഗോമൂത്രവും തളിച്ച് നവധാന്യങ്ങൾ വിതറി പൊടിപ്പിക്കുക. എങ്ങനെയെങ്കിലും നിങ്ങൾ പൊടിപ്പിക്കണം. ചിലർക്ക് ദോഷം മാറിയില്ലെങ്കിലും നവധാന്യങ്ങൾ 1-2 പൊടിക്കുള്ളൂ. അതായത് നമ്മളൊരു ഗോതമ്പ് അല്ലെങ്കിൽ റാഗിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ 1-2 നമ്മൾ പൊടിക്കുള്ളൂ. ബാക്കി ഈ 9 എണ്ണം നവെന്ന് വെച്ചാൽ 9 ആണല്ലോ, ഈ 9 എണ്ണം ഒന്നും പൊടിക്കില്ല. അപ്പോൾ ഈ മാക്സിമം പൊടിക്കുന്നവരെ ഈ ഒരു പ്രോസസ്സ് തുടർന്ന് കൊണ്ടിരുന്നിട്ട് നിങ്ങളെ ആ സ്ഥലത്തിൻ്റെ ദോഷം മാറ്റാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടിയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, ഞാൻ വീഡിയോ ആയിട്ട് ഇടാം. ഒരു കാര്യം പറയാം, ഞാൻ പഠിച്ച കാര്യങ്ങൾ അതേപോലെ ഛർദ്ദിച്ച് വീഡിയോ ഇടില്ല. എനിക്ക് അനുഭവത്തിൽ വന്നിട്ടുള്ളത് അല്ല ചുറ്റുമുള്ള ആൾക്കാർക്ക് ഞാൻ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ച ശാസ്ത്രവുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള വീഡിയോ മാത്രമേ ഞാനിത് പോസ്റ്റ് ചെയ്യുള്ളൂ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.